everyone. Easy Chemistry യുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറ്റോമിക് നമ്പർ 11 മുതൽ 20 വരെ വരുന്ന എലമെന്റ്സിന്റെ സബ്ഷെല്ലിൽ ഇലക്ട്രോൺസ് എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്ന 21 മുതൽ 30 വരെ വരുന്ന അറ്റോമിക് നമ്പർ വരുന്ന എലമെന്റ്സിനെ സബ്ഷെല്ലിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഓരോ എലമെന്റ്സിനെ പരിചയപ്പെടാം. ഫസ്റ്റ് 21 അറ്റോമിക് നമ്പർ 21 വരുന്ന എലമെന്റ് ആണ് സ്കാൻഡിയം. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21. അത് കഴിഞ്ഞ് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്. ഇനി നമ്മൾ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നത് അതിന് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷന് മുമ്പ് നമുക്കിതിൻ്റെ സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 2, 8, 9, 2 ആണ്. 21 ആണല്ലോ അറ്റോമിക് നമ്പർ. 21 ഇലക്ട്രോൺസ് ഉണ്ട്. 2, 8, 10, 19, 21 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ കെ ഷെല്ലിലുള്ള ഇതൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. കെ, എൽ, എം, എൻ. കെ ഷെല്ലില് മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. കെ ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം എല്ലിൽ മാക്സിമം എത്രയെല്ലാം ഫിൽ ചെയ്യണ ഫോർമുല ഉണ്ട്. 2n². n എന്ന് പറയുന്നത് നമ്പർ, അതിൻ്റെ ഷെല്ലിൻ്റെ ഓരോ നമ്പർ. രണ്ടാമത്തെ ഷെല്ലല്ല ഇത്. എൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഷെല്ല്, കെ എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ്. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലായതുകൊണ്ട് 2 × 2². അപ്പോൾ എത്ര കിട്ടി? 8 കിട്ടി. അതാണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. 2 × 2². അങ്ങനെ 8 ഇലക്ട്രോൺസ്. അങ്ങനെ എമ്മിലാണെങ്കിൽ മൂന്നാമത്തെ ഷെല്ലാണ്. അങ്ങനെ 18 കിട്ടി. 2 × 3² 18. ഇനി എന്നാണെങ്കിലോ 2 × 4² 32. അങ്ങനെ കിട്ടി, ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് കെ ഷെല്ലിൽ വീണ്ടും നമ്മൾ സബ്ഷെല്ലായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ കെ ഷെല്ലിൽ ഒരു സബ്ഷെല്ല് ഉള്ളൂ. അപ്പോൾ അതാണ് 1s എന്ന് പറയുന്നത്. എല്ലിലാണെങ്കിലോ 2 സബ്ഷെല്ല്. ഏതൊക്കെയാണ്? 2s ഉണ്ട്, 2p ഉണ്ട്. ഇനി എം എന്ന് പറയുന്നത് മൂന്നാമത്തെ ഷെല്ല്. 3 സബ്ഷെല്ല്, 3s, 3p, 3d. ഇനി എന്നിന് 4 സബ്ഷെല്ല് ഉണ്ട്. 4s, ഇത് കൂടാതെ 4p, 4d, 4f ഉണ്ട്. അപ്പോൾ 4s ഉണ്ട്, അതുപോലെ തന്നെ 4p ഉണ്ട്, അതുകൊണ്ട് തന്നെ 4d, 4f. ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. 4s, 4p, 4d, 4f ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ. ഇനി നമ്മൾ നോക്കാം ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 1s ഫസ്റ്റ് എനർജി ലെവൽ ഏതാണ്? 1s. 1sന് ഫസ്റ്റ് എനർജി ലെവലിൻ്റെ ഓർഡർ അറേഞ്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന ഷെല്ല് 1s ആണ്. 1sനാണ് ഏറ്റവും കുറവ് എനർജി. അപ്പോൾ 1sൽ എത്ര ഫില്ല് ചെയ്യാം? 2 ഇലക്ട്രോൺസ്. അപ്പോൾ സ്കാൻഡിയത്തിൻ്റെ 21 ആണ് നമ്മളിപ്പോൾ എഴുതാൻ പോകുന്നത്. സ്കാൻഡിയം 2sലാണെങ്കിലോ സ്കാൻഡിയത്തിൻ്റെ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. പിയിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം? 6 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞ് 3sലേക്ക് പോയി. 2p കഴിഞ്ഞ എനർജി ലെവൽ 3s. അത് കഴിഞ്ഞ് 3sൽ 2 ഇലക്ട്രോൺ ഫില്ല് ചെയ്തു. ഇനി 3p, അത് കഴിഞ്ഞ് വന്ന എനർജി ലെവൽ 3p ആണ്. 3pയിൽ മാക്സിമം 6 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം. അങ്ങനെ 6 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. ഇനി നമുക്ക് നോക്കാം എത്ര ഇലക്ട്രോൺസ് വന്നിട്ടുണ്ട്. 2, 2, 4, 4, 6, 10, 10, 2, 12, 12, 6, 18 ഇലക്ട്രോൺസേ ആയിട്ടുള്ളൂ. ഇനി 3 ഇലക്ട്രോൺസ് കൂടി വേണം. അപ്പോൾ നമുക്ക് നോക്കാം 3s കഴിഞ്ഞ് 3p കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഫില്ല് ചെയ്യുന്നത് ഇതിലേക്കാണ്? 4sലേക്കാണ്. അപ്പോൾ നമുക്ക് 4sലേക്ക് ഫില്ല് ചെയ്യാം. 4sൽ എത്ര ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണം? മാക്സിമം എസ്സിൽ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. ഇപ്പോൾ എത്രയായി? ഇനി 1 ഇലക്ട്രോൺ കൂടി വേണം. അത് 3dയിൽ നമ്മൾ ഫില്ല് ചെയ്യും. അപ്പോൾ ഈ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്കാൻഡിയത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. 1s2. നോക്കൂ 1s2. അത് കഴിഞ്ഞ് 2s2. നോക്കൂ 2s2. പിന്നെ 2p6 കേട്ടോ, 2p6. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് നോക്കാം 2p6 കഴിഞ്ഞാൽ പിന്നെ എന്താണ്? 3s2 ഫില്ല് ചെയ്തു. 3s2 കഴിഞ്ഞ് പിന്നെ നമ്മൾ നോക്കാം 3p6 ഫില്ല് ചെയ്തു. പിന്നെ നോക്കാം 3p6 കഴിഞ്ഞാൽ പിന്നെ 3d 1. അത് കഴിഞ്ഞാൽ ഏതാണ്? 4sൽ 2 ഇലക്ട്രോൺ, 4s2. സോ ഇത് ക്ലിയർ അല്ലേ? സോ അങ്ങനെ സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതി. സ്കാൻഡിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2, 2s2, 2p6, 3s2, 3p6, 3d1, 4s2. ഇനി നമുക്ക്
ടൈറ്റാനിയത്തിന് എഴുതാൻ പറ്റില്ലേ? ടൈറ്റാനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 22. എഴുതാലോ. 1s2 2s2 2p6 3s2 3p6 3d 4s2 ഫില്ല് ചെയ്തതിന് ശേഷമാണ് 3d ഫില്ല് ചെയ്യുള്ളൂ. അപ്പൊ ഇവിടെ 1 ഉണ്ട്, 21 ഫില്ല് ചെയ്തു. ഇനി 22 ആകുമ്പോൾ 2 ഇലക്ട്രോൺ കൂടി വേണം അല്ലേ? അപ്പൊ 2 3d2. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വനേഡിയത്തിലോട്ട് പോവാം. വനേഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 23. 1s2 2s2 2p6 3s2 3p6 3d3 4s2. ഇതിൽ ക്രോമിയത്തിന് ഒരു എക്സെപ്ഷൻ, ക്രോമിയത്തിലേക്ക് പോവാം. ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 24 ആണ്. അത് ക്രോമിയത്തിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്, അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മാഗ്നീസിലേക്ക് പോവാം. മാഗ്നീസിന്റെ അറ്റോമിക് നമ്പർ എഴുതാം. 1s2 2s2 2p6 3s2 3p6 3d. നമ്മൾ ഓർക്കാം ഇവിടെ എത്ര എണ്ണമായി നോക്കാം. 2 2 4 4 6 10 12 18 20. ഈ 5 എണ്ണം അല്ലേ? 3d5 4s2 മാഗ്നീസ്. അപ്പോൾ ക്രോമിയത്തിന് ഒരു എക്സെപ്ഷൻ ഉണ്ട്, നമുക്കത് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ പറഞ്ഞ് മനസ്സിലായല്ലേ? സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21 ആണ്. അപ്പോൾ 21 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു. ആ ഓർഡറാണ് ഇവിടെ കാണുന്നത്. 1sൽ 2 ഇലക്ട്രോൺസ്, 1s കഴിഞ്ഞാൽ പിന്നെ 2sലേക്ക് പോകണം. അവിടെ 2sൽ ഫില്ല് ചെയ്തു, പിന്നെ 2pയിലോട്ട് പോയി 2pയിൽ ഫില്ല് ചെയ്തു, 3sൽ പോയി 3sൽ ഫില്ല് ചെയ്തു. ഈ ഓർഡറും ഓർത്തിരിക്കണം. ഈ ഓർഡർ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓർഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലിസ്റ്റിൽ എത്ര മാക്സിമം ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണമെന്ന് ഓർഡർ ഓർത്തിരിക്കണം. അതുപോലെ ഈ ഓർഡർ ഓർത്തിരിക്കുക. 3dയുടെ എനർജി ലെവൽ 4sനേക്കാളും ഗ്രേറ്റർ ആണ്. പിന്നെ സിമ്പിളാണ്, 3pയുടെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 3s. അത് കഴിഞ്ഞ് നമുക്ക് ഓർക്കാം എന്താണ്, ഒരു സബ്ജക്റ്റ് കുറഞ്ഞു. അപ്പോൾ ഒരു ഓർബിറ്റ് നമ്പർ കുറഞ്ഞു. അപ്പോൾ നോക്കാം 3p ഗ്രേറ്റർ ദാൻ 3s ആയിരുന്നു. അപ്പോൾ ഇതിവിടെ എന്താവും? 2p ഗ്രേറ്റർ ദാൻ 2s. അങ്ങനെ ഒരു സബ്ജക്റ്റ് കുറഞ്ഞ് എഴുതി. അത് കഴിഞ്ഞ് 2sന്റെ എനർജി ലെവൽ ഗ്രേറ്റർ ദാൻ 1s എഴുതാം. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കുക 3dയുടെ എനർജി ലെവൽ ഇതെല്ലാം ഒരുപോലെയാണ്. 1s കഴിഞ്ഞാൽ പിന്നെ 2sലേക്ക് പോകും, പിന്നെ 2p ഇവിടെ കണ്ടല്ലോ. അതായത് 3s 3p. ഒരു എക്സെപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ 4s ഫില്ല് ചെയ്തതിന് ശേഷം 3d ഫില്ല് ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഓർത്തിരുന്ന് എഴുതാവുന്നുള്ളൂ. 1sന്റെ എനർജി ലെവൽ 1sന്റെ എനർജി ലെവൽ 2sനേക്കാളും കുറവാണ്. പിന്നെ 2pയുടെ എനർജി ലെവൽ 2sനേക്കാളും ഗ്രേറ്റർ ആണ്. 2pയുടെ എനർജി ലെവൽ 3sനേക്കാളും കുറവാണ്. അത് കഴിഞ്ഞ് 3pയുടെ എനർജി ലെവൽ എന്താണ്? 3sന്റെ എനർജി ലെവൽ 3pനേക്കാളും കുറവാണ്. 3pയുടെ എനർജി ലെവൽ കൂടുതലാണ്. അത് കഴിഞ്ഞ് 3pയുടെ എനർജി ലെവൽ കഴിഞ്ഞിട്ട് പിന്നെ കൂടുതൽ എനർജി വരുന്നത് എവിടെ? 4s കഴിഞ്ഞ് 3d. അത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക. 3dക്ക് പകരം അവിടെ 4s ആയിരിക്കും ഫില്ല് ചെയ്യുക. അതിനുശേഷമാണ് നമ്മുടെ 3d ഫില്ല് ചെയ്യുള്ളൂ. ഇനി നമ്മൾ 26 വരുന്ന അയൺ കഴിഞ്ഞാൽ പിന്നെ കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ 27. പിന്നെ നിക്കലാണ് വരുന്ന അറ്റോമിക് നമ്പർ 28. പിന്നെ കോപ്പർ അറ്റോമിക് നമ്പർ 29. പിന്നെ സിങ്കിന്റെ അറ്റോമിക് നമ്പർ 30. അപ്പോൾ അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഇനി നമ്മൾ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 1s2 2s2 2p6 3s2 3p6 4s2 ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാം എത്ര ഇലക്ട്രോൺ വേണം. 2 2 4 4 6 10 12 18 20 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി നമ്മൾ 6 ഇലക്ട്രോൺസ് കൂടി വേണം. അപ്പോൾ 3d6 ഫില്ല് ചെയ്തു. അതുപോലെ നമുക്ക് എഴുതാം അടുത്ത കൊബാൾട്ട് 1s2 2s2 2p6 3s2 3p6 3d7 4s2. ഇനി നിക്കലാണെങ്കിലോ, നിക്കലിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s 2s 2p 3s 3p 3d 4s അല്ലേ? അപ്പോൾ അതിൽ നമ്മൾ ഫില്ല് ചെയ്യണം നോക്കാം. 1sലാണെങ്കിൽ 2 ഇലക്ട്രോൺസ് അല്ലേ? 1s2 2s2 2p6 3s2 3p6 3d8 4s2. ഈ കോപ്പർ ഒരു എക്സെപ്ഷൻ ആണ്. ഇത് നമുക്ക് പറയാം. കോപ്പറിന്റെ എക്സെപ്ഷൻ എന്താണെന്ന് നമുക്ക് പറയാം. കോപ്പറും മറ്റേ നമ്മുടെ ക്രോമിയോ ഒരു എക്സെപ്ഷൻ. അറ്റോമിക് നമ്പർ 24ഉം 29ഉം ഒരു എക്സെപ്ഷൻ ഉണ്ട്. അത് നമുക്ക് അടുത്ത ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പറയാം. ഇനി അറ്റോമിക് നമ്പർ 30 സിംഗിൾ. അപ്പോൾ നമ്മൾ എഴുതാം 1s 2s 2p 3s 3p 3d 4s. അപ്പോൾ നമുക്ക് എഴുതാം എങ്ങനെയാണ്? 1s2 2s2 2p6 3s2 3p6 3d10 4s2.
30 ആണല്ലോ. 3D 9 4s 2 എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത്. പക്ഷെ അങ്ങനെ 3D 8 ആണ് ഇവിടെ വന്നത്. 3D 8 4s 2. 3D 9 4s 2 എന്ന് എഴുതേണ്ടത്. പക്ഷെ അങ്ങനെയല്ല നമ്മളിവിടെ എഴുതുന്നത്. അത് നമുക്ക് ഇത് പറഞ്ഞതിന് ശേഷം പറയാം. ഇതിവിടെ 3D 10 4s 2 അങ്ങനെ നമ്മൾ ഓർഡറിൽ എഴുതി. ഇനി നമുക്ക് നോക്കാം. ക്രോമിയത്തിനും കോപ്പറിനും ഒരു എക്സെപ്ഷൻ ഉണ്ട്. അപ്പോൾ ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ നമുക്ക് നോക്കാം. സാധാരണ എഴുതാണെങ്കിൽ ഇങ്ങനെ എഴുതും 1s 2s 2p 3s 3p അത് കഴിഞ്ഞ് 3d അത് കഴിഞ്ഞ് 4s അല്ലേ. ഇതിന്റെ എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ 1s നമ്മൾ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ നോക്കാം. 1s2 2s2 2p6 3s2 3p6 ഇവിടെ 4s2 ഫില്ല് ചെയ്ത 20 ഇലക്ട്രോൺ ആയി 3d 4 എന്നാണ് എഴുതേണ്ടിരുന്നത്. പക്ഷെ അത് തെറ്റാണ്. അത് അങ്ങനെയല്ല നമ്മൾ എഴുതണേ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ എസ് എന്ന് പറയുന്ന സബ്ഷെൽ നോക്കുകയാണെങ്കിൽ അതിൽ ഒരു ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ എസ്സിന് നമ്മൾ ഒരു ഓർബിറ്റൽസ് എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിന് ഒരു ഓർബിറ്റൽ. പിക്ക് ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് 3 ഓർബിറ്റൽസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? പിയിൽ മാക്സിമം 6 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ 2 ഇലക്ട്രോൺസ് ഒരെണ്ണത്തിൽ ഫില്ല് ചെയ്യും. അങ്ങനെ 3 ഓർബിറ്റൽസിലായിട്ട് നമ്മൾ 6 ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യും. അപ്പോൾ ഡി ആണെങ്കിലോ ഡിക്ക് എത്ര എണ്ണം വരണം? 5 ഓർബിറ്റൽസ് വരണം. 5 ഓർബിറ്റൽസ്. അപ്പോൾ അത് വെച്ച് നമ്മളൊന്ന് എഴുതി നോക്കുകയാണെങ്കിൽ ഈ 3D ഞാൻ 3Dന് 5 ഓർബിറ്റൽസ് വരയ്ക്കാനുണ്ട്. 1 2 3 4 5 പിന്നെ 4s. അപ്പോൾ ഡിയും എസും. അപ്പോൾ ഈ 3D 4s2 എസ് കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യണേ? എസ് കഴിഞ്ഞതിന് ശേഷമാണ് 3D ഫില്ല് ചെയ്യണേ. അപ്പോൾ നമ്മൾ നോക്കാം. അപ്പോൾ എസ് എന്ന് പറയുന്നത് ആദ്യം എഴുതാം. എസ് അപ്പോൾ ഡി ഇവിടെ എസ്. അപ്പോൾ എസ്സിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. എസ്സിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. ഡിയിൽ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ. ഡിയിൽ 4 ഇലക്ട്രോൺസ്. അപ്പോൾ ഈ എസ്സിൽ 1 ഇലക്ട്രോൺസ് നമ്മൾ ഈ ഡിയിലേക്ക് വിട്ടുകൊടുക്കും. അപ്പോൾ എസ്സിൽ 1 ഇലക്ട്രോൺസ് ഡിയിലേക്ക് പോകും. അങ്ങനെ ഡിക്ക് ഒരു എക്സ്ട്രാ എനർജി കിട്ടും. അങ്ങനെ 3d 5 4s1 എന്ന എനർജി ലെവലിൻ്റെ ഓർഡറിൽ അതിനെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ എസ്സിലെ 1 ഇലക്ട്രോൺസ് നമ്മൾ എന്ത് ചെയ്യും? ഡിയിലേക്ക് നമ്മൾ കൊടുക്കും. അങ്ങനെയാണ് ഇതിൻ്റെ എനർജി ലെവലിൻ്റെ ഓർഡറിൽ എഴുതുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ 3d 5 4s1 എന്ന ഓർഡറിൽ നമ്മൾ എഴുതും. 3d 5 4s1 എന്ന ഓർഡറിൽ എഴുതും. ഇനി കോപ്പറിൻ്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. കോപ്പർ 29 അല്ല അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ 21 വരുന്ന കോപ്പറിനും ഇങ്ങനെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. എങ്ങനെയാണ്? 1s2 2s2 2p6 3s2 3p6 3d 4s1. ഇപ്പം എത്ര എണ്ണമായി? 19 എണ്ണം അല്ലേ. നമുക്ക് 2 2 4 4 1 10 10 2 12 12 6 18 18 1 19. അപ്പോൾ 10 എണ്ണം വരാം. അപ്പോൾ 3d 10. കാരണം ഡിക്ക് എക്സ്ട്രാ സ്റ്റെബിലിറ്റി വേണം. ഡിയിൽ ഫുൾ ഇലക്ട്രോൺസ് ഫില്ലായാലാണ് അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 3d 10 4s1. സോ ഈ എക്സെപ്ഷൻ ഓർത്തിരിക്കണം. എക്സാമിന് ബാക്കിയെല്ലാം നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് സെയിം ആണ്. പക്ഷേ ഈ ക്രോമിയവും കൊബാൾട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എപ്പോഴും ചോദിക്കും. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. 3d 5 4s1 3d 10 4s1 അവിടെ മാത്രമൊരു വ്യത്യാസമുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഈ എനർജി ലെവലിൻ്റെ ഓർഡറും നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ആദ്യത്തെ ഷെല്ല് കെ ആണ്. കെയിൽ ഒരു സബ് ഷെല്ല് 1s. ഇനി എല്ലിനാണെങ്കിൽ 2 സബ് ഷെല്ല് 2s 2p. എമ്മിലാണെങ്കിൽ 3s 3p 3d. അതിലൊരു എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ 4s ഫില്ല് ചെയ്തതിന് ശേഷമാണ് നമ്മൾ 3d ഫില്ല് ചെയ്യുള്ളൂ. അത് മാത്രമാണ് വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഈ എനർജി ലെവലിൻ്റെ ഓർഡറിൽ നമുക്ക് അങ്ങോട്ട് എഴുതാൻ പറ്റും. പിന്നെ എസ് പി ഡി എഫ്. എസ്സിൽ 2 ഇലക്ട്രോൺസ് മാക്സിമം 2 ഇലക്ട്രോൺസ്. ഡിയിലാണെങ്കിൽ 2 + 4 6. എഫിലാണെങ്കിൽ 10 അല്ല ഡിയിലാണെങ്കിൽ 10 എഫിലാണെങ്കിൽ 14. സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.